കഴിഞ്ഞ ദിവസം മുനവർ അലി തങ്ങളുടെ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ കണ്ടു. മുനവർ അലി തങ്ങളുടെ അല്ല, അദ്ദേഹം പറഞ്ഞതായിട്ടുള്ള ഒരു പോസ്റ്റ്. ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം അർഹതയുണ്ട് എന്നുള്ളത്. അതിനെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് വീഡിയോസ് കണ്ടു. അപ്പോൾ അതിനെ വിമർശിക്കുന്നവരറിയാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ആലോചിച്ചാൽ മതി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ എവിടെയെങ്കിലും ഇങ്ങനെ വർഗീയമായിട്ടാണോ അല്ലെങ്കിൽ ജാതി തിരിച്ചിട്ടോ മതം തിരിച്ചിട്ടോ ആണോ അവരത് ചെയ്യുന്നതെന്നുള്ളത് ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. അത് മാത്രമല്ല, കഴിഞ്ഞ UDFൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്തൊക്കെ ലീഗ് അതിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്തതാണ്. ആ സമയത്ത് പൊതുമരാമത്ത് വകുപ്പ്, വ്യവസായമോ അല്ലെങ്കിൽ വിദ്യാഭ്യാസമോ ഇതൊക്കെ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സമുദായത്തിന് വേണ്ടി പ്രത്യേക എന്തെങ്കിലും ചെയ്തിട്ട് എടുത്തു കൊണ്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇതും കൂടാതെ കേരളത്തിലെ ഏറ്റവും സ്ട്രൈക്കറായിട്ടുള്ള പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അത് മാത്രമല്ല, UDF മുന്നണി നിലനിൽക്കുന്നത് തന്നെ ലീഗിൻ്റെ കൂടിയും ശക്തി കൊണ്ടാണെന്നുള്ളത് എതിർപക്ഷക്കാർ LDF വരെ സമ്മതിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഇതിനൊക്കെ അർഹതപ്പെട്ടതാണോ അല്ലയോ എന്നുള്ളത്. പിന്നെ കൃത്യമായിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇലക്ഷന് മുമ്പേ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു പോസ്റ്റിൻ്റെ ആവശ്യം കേരളത്തിലില്ല എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ലീഗ് ഇതിനൊക്കെ അർഹതപ്പെട്ട ഒരു പാർട്ടിയാണെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും.